ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു പോർക്ക് വിന്താലു. പോർക്ക് വിന്താലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോർച്ചുഗീസ് ഡിഷാണ്. നമ്മളത് കേരള സ്റ്റൈലിൽ പോർക്ക് വിന്താലു ഉണ്ടാക്കാൻ പോകുന്നു. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? പോർക്ക് വിന്താലു തയ്യാറാക്കാനായി നമ്മൾ 1 കിലോ പോർക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 5 മുഴുത്ത സവോള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യമായിട്ട് നമ്മൾ ഹോൾ ഗരം മസാല എടുത്തിട്ടുണ്ട്. അതിൽ തക്കോലം ഉണ്ട് 2 പീസ്, 2 പീസ് പട്ടയുണ്ട്, 5 ഗ്രാം കുരുമുളകുണ്ട്, 4-5 ഏലക്കയുണ്ട്, ജീരകമുണ്ട് 5 ഗ്രാം, പെരിഞ്ജീരകം, ഉലുവ, കടുക്, വറ്റൽമുളക് ഒരു 4 എണ്ണം, ഹോൾ മല്ലി ഒരു 5 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളൊരു വെളുത്തുള്ളി, ഒരു വലിയ സൈസുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം നമ്മൾ ആദ്യം തന്നെ വഴറ്റി ചേർക്കും. വിന്താലുവിന് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ മുരിങ്ങത്തൊലി ഉപയോഗിക്കുന്നുണ്ട്. 2 മുരിങ്ങത്തൊലിയാണ് ഇതിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുരിങ്ങത്തൊലി ചേർക്കുമ്പോൾ പോർക്കിൻ്റെ ഒരു മക്ക് ചുവയുണ്ട്. മക്ക് ചുവ മാറുകയും നല്ലൊരു സ്മെല്ല് കിട്ടുകയും നല്ല ടേസ്റ്റും പിന്നെ ദഹനത്തിനൊക്കെ മുരിങ്ങത്തോലി ചേർക്കുന്നത് നല്ലതാണ്. ആദ്യമായി മസാലയൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് മൂപ്പിച്ചിട്ട് ഇടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കും. നമ്മൾ മസാല നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ശകലം വെള്ളത്തോടെ ചേർത്ത് അരച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോർക്കിൽ ഈ മസാല തിരുമ്മി 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുക്കറിലിട്ട് തന്നെ നമുക്ക് മസാല പുരട്ടി വെക്കാം. നന്നായിട്ട് മിക്സാക്കി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. ആ വിനീഗറും മസാലയൊക്കെ ഒന്ന് പോർക്കാൻ നന്നായിട്ട് പിടിക്കണം. അതിനാണ് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റിന് വെക്കുന്നത്. നമ്മൾ പോർക്ക് 1 മണിക്കൂറായിട്ട് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയുടെ തോലും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 3-4 വിസിൽ മതിയായിരിക്കും പോർക്ക് വെന്ത് വരാൻ. നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. പോർക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സവോള വാട്ടിയെടുക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. മൂപ്പിച്ച് കൊടുക്കുക. പോർക്ക് 3 വിസിലടിച്ച് നല്ല വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ട്. വെന്ത് പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവിനിരിക്കുകയാണ്. ഇതിലേക്ക് പോർക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വിന്താലു എന്തായെന്ന് നോക്കാം.
പോർക്ക് വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ 2 സുഹൃത്തുക്കളെ ക്ഷണിക്കാം. ടിജോ ചേട്ടൻ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ടിജോ ഷെഫ് ഉണ്ടാക്കിയ പോർക്ക് വിന്താലു എങ്ങനെയുണ്ടെന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലുണ്ട്. ഇതിന് മുന്നേ വിന്താലു കഴിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. സൂപ്പറാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോർക്ക് വിന്താലു ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പോർക്ക് ഇഷ്ടമില്ലെങ്കിൽ വീട്ടിൽ ബീഫ് വെച്ചോ ചിക്കൻ വെച്ചോ വിന്താലു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വ്യത്യസ്തതയുള്ള വേറൊരു എപ്പിസോഡ് കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.